Hello friends, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, experiments on electrical discharge through gases ultimately lead to the discovery of dash. Okay, അപ്പോൾ ഇലക്ട്രിക്കൽ ഡിസ്ചാർജിൻ്റെ എക്സ്പെരിമെൻറ്റ് ത്രൂ ഗ്യാസസ് അത് എന്തിൻ്റെ ഡിസ്കവറിയിലേക്കാണ് ലീഡ് ചെയ്തത്? ഓപ്ഷൻ എ ന്യൂട്രോൺസ്, ഓപ്ഷൻ ബി ന്യൂക്ലിയസ്, ഓപ്ഷൻ സി ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി പ്രോട്ടോൺസ്. എന്താണ്? ഓപ്ഷൻ സി ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഇലക്ട്രോൺസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. Second question, the mass of an electron. എന്താണ് ഒരു ഇലക്ട്രോണിന്റെ മാസ്? Yes, option A 1.6726 into 10 raised to minus 27 kilogram. Option B 9.1094 into 10 raised to minus 13 kilogram. Option C 1.75 into 10 raised to 11 kilogram. Option D 1.6749 into 10 raised to minus 27 kilogram. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് അല്ലേ, 9.1094 into 10 raised to minus 31 kilogram ആണ് mass of an electron. Okay. Third question, the formula E is equal to h nu is used to calculate. എന്തിനു വേണ്ടിയിട്ടാണ് E is equal to h nu എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നത്? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? Option A, energy of quantum. Option B, energy of ejected electrons. Option C, radiation emitted by a black body. Option D, wave number. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, എനർജി ഓഫ് ക്വാണ്ടം ആണ്. എനർജി ഓഫ് ക്വാണ്ടം കണ്ടുപിടിക്കാനാണ് നമ്മൾ E is equal to h nu എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ. Next question, around 10 raised to 15 hertz corresponds to the region of the electromagnetic spectrum. 10 raised to 15 hertzനോട് കറസ്പോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റീജിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഓരോ റീജിയൻസും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ മൈക്രോവേവ് റീജിയൻ, ഓപ്ഷൻ ബി വിസിബിൾ റീജിയൻ, ഓപ്ഷൻ സി ഇൻഫ്രാറെഡ് റീജിയൻ, ഓപ്ഷൻ ഡി അൾട്രാ വയലറ്റ് റീജിയൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി വിസിബിൾ റീജിയൻ ആണ്. ഓക്കെ, വിസിബിൾ റീജിയൻ ആണ്, അതിനോട് കറസ്പോണ്ട് ആയിട്ടുള്ള വാല്യൂ ആണ് 10 raised to 15 hertz എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. Next question, the photon has a momentum as well as wavelength. Which property of matter is revealed in the above statement? ഏത് പ്രോപ്പർട്ടി ആണ്? അതായത് ഒരു ഫോട്ടോൺ ഹാസ് എ മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത് അല്ലെ, മൊമെൻറ്റവും ഉണ്ട് വേവ് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്താണ്? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആണ് അല്ലെ. മാറ്ററിന് രണ്ട് നേച്ചർ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ. Sixth question, a photon has a mass of 8.6 into 10 raised to minus 30 kilogram. Calculate its wavelength. അപ്പോൾ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 6.626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി അല്ലേ. ഇതാണ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന മാസ് തന്നിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റും തന്നിട്ടുണ്ട്. ഇനി വെലോസിറ്റി എന്താണ്? വെലോസിറ്റി 3 into 10 raised to 8 meter per second ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2.5 into 10 raised to minus 13 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോണിന്റെ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 3 into 10 raised to 8 meter per second ഓർത്തിരിക്കുക. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ വേവ് ലെങ്ത് എന്താ കിട്ടുക? 2.5 into 10 raised to minus 13 കിലോഗ്രാം ആണ്. ഓക്കെ. സെവൻത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് എലമെന്റ്സ് തന്നിട്ട് അത് ഏത് ബ്ലോക്ക് എലമെന്റ്സ് ആണെന്ന് മാച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം ഏത് എലമെന്റ്സ് ആണ്? ഏത് ബ്ലോക്ക് എലമെന്റ്സ് ആണ്?
Yes, S block elements ആണ് അല്ലേ? പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം S block elements ആണ്. Then carbon and chlorine ഏത് block elements ആണ്? P block elements ആണ് അല്ലേ? Carbon and chlorine are P block elements. Then cobalt and copper ഏത് block ആണ്? D block elements. Okay, cobalt and copper are D block elements. The last one, cerium and uranium. Which block elements? Yes, F block elements. Okay, they are F block elements. അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്ത് എഴുതാനായിട്ടാണ്. Okay. Next question. Anything that influences the valence electrons will affect the chemistry of the element. Which one of the following factor does not affect the valence shell? ഓക്കെ, അപ്പോൾ വാലൻസ് ഷെല്ലിനെ എഫക്റ്റ് ചെയ്യാത്ത ഒരു ഫാക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് കോർ ഇലക്ട്രോൺസ്, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നമ്പർ ഓഫ് കോർ ഇലക്ട്രോൺസ്. സെക്കൻഡ് ഓപ്ഷൻ വാലൻസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. തേർഡ് ഓപ്ഷൻ ന്യൂക്ലിയർ ചാർജ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ന്യൂക്ലിയർ മാസ് ആണ്. എന്താണ്? ഒബ്വിയസ്ലി വാലൻസ് ഷെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ഫാക്ടർ എന്തായിരിക്കും? ന്യൂക്ലിയർ മാസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ന്യൂക്ലിയർ മാസ് ആണ് കറക്റ്റ് ആൻസർ. Next question. Which of the following is not an actinoid? Actinoid അല്ലാത്ത എലമെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്യൂറിയം, ടെർബിയം, കാലിഫോർണിയം, യുറേനിയം. അപ്പം ആക്ടിനോയിഡ് അല്ലാത്തത് ഏതാണ് ഇതിൽ? യെസ്, ടെർബിയം ആണ്. ഓക്കെ, ടെർബിയം ആക്ടിനോയിഡ് ഗ്രൂപ്പിൽ വരുന്നതല്ല, ആക്ടിനോയിഡ്സ് അല്ല. അപ്പോൾ ടെർബിയം ആണ് ഇവിടുത്തെ ആൻസർ. 10th question. In the periodic table, metals usually used as catalyst belongs to. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ് അത് ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബ്ലോക്കിലാണ്? 4 ബ്ലോക്സ് ഉണ്ട് അല്ലേ? F ബ്ലോക്ക്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ D ബ്ലോക്ക്, P ബ്ലോക്ക്, S ബ്ലോക്ക്, F ബ്ലോക്ക്. ഏതാണ് ആൻസർ? D ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് ആണ്? D block elements ആണ്. Okay. 11th question. During the formation of a chemical bond, what happened to the energy? എനർജിക്ക് എന്ത് സംഭവിക്കും? കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി ഡിക്രീസസ്. Option B, energy increases. Option C, energy of the system does not change. Option D, electron repulsion become more than the nucleus electron attraction. ഏതാണ് correct answer? Energy decreases ആണ്. ഓക്കെ, ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി ഡിക്രീസ് ചെയ്യുന്നു. അതായത് ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് 2 ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ആറ്റം ഈസ് ലോസ്റ്റ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി, ആറ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അവിടെ ലോസ്റ്റ് ആവുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ലോസ്റ്റ് ആവുന്ന പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ആൻഡ് ദിസ് ഹീറ്റ് ഓർ ലൈറ്റ് എനർജീസ് released after the formation of the bond as a part of the product. Okay, so when formation of bond takes place between 2 respective atoms, due to the reaction taking place, the potential energy of the atom is lost, which is converted into mechanical energy in the form of heat and light. Thus heat or light energy is released after the formation of the bond as a part of the പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 12th question. An electron is in the one of the 3D orbitals. Give the possible values of N, L, Ml. ഓക്കെ, അതായത് 3D ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ, അതുപോലെ അസിമുതൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ പോസിബിൾ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോണിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്ന എന്തിലൂടെയാണ്? ഈ ക്വാണ്ടം നമ്പേഴ്സിലൂടെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 2-3 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്, അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്, അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുതൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും എഴുതാനാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? N എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു എനർജി ആൻഡ് സൈസ് ഓഫ് ആൻ ഓർബിറ്റ് ആണ്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ എനർജി
and size of the orbit ആണ് n ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സൈസും എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3D ഓർബിറ്റലാണ്. ഓക്കെ, 3D ഓർബിറ്റലാണ്. അപ്പോൾ ഈ 3D ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ എന്നിൻ്റെ വാല്യൂ എന്താണ്? ഈ 3 ആണ് അല്ലേ? അതായത് കറക്റ്റ് ആയിട്ടുള്ള ആ സബ്ഷെല്ലല്ല, കറക്റ്റ് ഷെല്ലിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ n is equal to എത്രയാണ്? 3 തന്നെയാണ്. ഇനി അസിമുതൽ കോണ്ടന്റ് നമ്പർ എന്താണ്? അതായത് ഈ അസിമുതൽ കോണ്ടന്റ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ദ വാല്യൂ ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ആണ് അസിമുതൽ കോണ്ടന്റ് നമ്പർ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂസ് എവിടെ തൊട്ടാണ്? 0 തൊട്ട് n-1 വരെയാണ്. അപ്പോൾ നമ്മുടെ എന്നിന്റെ വാല്യൂ 3 ആണെന്ന് പറഞ്ഞു. അപ്പോൾ n-1 ആണ്. അപ്പോൾ 3-1 അതായത് 2 ആണ് എല്ലിന്റെ വാല്യൂ. ഓക്കെ, അതായത് അസിമുതൽ കോണ്ടന്റ് നമ്പർ 2 ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം, ഇനി നമുക്ക് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർ ഈച്ച് വാല്യൂ ഓഫ് എൽ, അതായത് എല്ലിൻ്റെ ഓരോ വാല്യൂവിനും ദ ക്യാൻ ബി 2l+1 വാല്യൂസ് റേഞ്ചിങ് ഫ്രം -l to +l. അതായത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ എവിടെ നിന്ന് എവിടം വരെയാണ് റേഞ്ച് ചെയ്യണം? -l to +l ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2l+1 ആണ്. അതായത് 5 വരും, 5 വാല്യൂസ് വരും. അത് റേഞ്ച് ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? -l to +l, അതായത് -2, -1, 0, +1, +2. ഓക്കെ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഫുള്ളായിട്ട് കാണുക, എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13th question, according to first law of motion. First law of motionനോട് അനുബന്ധപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ബോഡി ആക്റ്റഡ് ഓൺ ബൈ നെറ്റ് ഫോഴ്സ് moves with constant velocity which may be 0. Second option, body acted on by no net force moves with increasing velocity and negative acceleration. Option C, body acted on by no net force moves with a constant velocity which may be 0 and 0 acceleration. Last option, body acted on by 0 net force moves with non-zero acceleration. ഏതാണ് ഇതിൽ കറക്റ്റ്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത്? അതായത് എവറി ബോഡി കണ്ടിന്യൂ in the state of rest or uniform motion until an external force, unbalanced external force acted upon it. Okay, ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇവിടെ? അതായത് ബോഡി ആക്റ്റഡ് ഓൺ ബൈ നോ നെറ്റ് ഫോഴ്സ്. ഓക്കെ, ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തൊരു കേസ്, ബോഡി acted on by no net force moves with a constant velocity and zero acceleration. അല്ലേ, അത് മൂവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. അതായത് ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തൊരു ബോഡി മൂവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. അതുപോലെ ആക്സിലറേഷൻ ഉണ്ടാവോ? ഇല്ല, സീറോ ആക്സിലറേഷനും ആയിരിക്കും. അതായത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുള്ളൂ. വെലോസിറ്റിയിൽ ചേഞ്ച് വന്നാൽ മാത്രമേ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബോഡി ആക്റ്റഡ് ഓൺ ബൈ നോ നെറ്റ് ഫോഴ്സ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് സീറോ ആക്സിലറേഷൻ. ഓക്കെ, 14th question, according to second law of motion. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ എന്താണ് പറയുന്നത്? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്റ്റഡ് അപ്പോൺ ഇറ്റ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. അപ്പോൾ അതിനോട് കറസ്പോണ്ട് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ എന്താണ്? ദ ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. Okay, second option, the momentum of a body is directly proportional to the applied force and takes place in the direction opposite to the force.
third option, the rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. ഏതാണ് correct answer? Option C ആണ് അല്ലേ? Rate of change of momentum ആണ്. ഒരു ബോഡിയിലെ rate of change of momentum is directly proportional to the applied force. അതിനുശേഷം ആ ബോഡി മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? In the direction of the force acts. ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് the rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. Okay. 15th question, inertia refers to എന്താണ്? Option A slow motion, option B ease of motion, option C dullness, option D resistance to change. എന്താണ് ആൻസർ? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ് അല്ലേ? അതായത് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇന്നബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആണ്. അത് റെസിസ്റ്റ് ചെയ്യണം അതിൻ്റെ മോഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച്, അതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. ഓക്കെ. 16th question, which one of the following forces present between all objects in the universe? അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ? യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സിലും പ്രസൻറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? Option A strong nuclear force, option B magnetic force, option C gravitational force, option D electromagnetic force. ഏത് ഫോഴ്സ് ആണ്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സിലും പ്രസൻറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ. 17th question, which of the following quantities a vector? ഇതിൽ ഏതാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റീസും ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി? ഓപ്ഷൻ എ വോളിയം, ഓപ്ഷൻ ബി സ്പീഡ്, ഓപ്ഷൻ സി മാസ് ആൻഡ് ഓപ്ഷൻ ഡി ആംഗുലർ മൊമെന്റം. ഏതാണ്? ആംഗുലർ മൊമെന്റം ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ആംഗുലർ മൊമെന്റം ആണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. ബാക്കി മൂന്നും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ. 18th question, weakest force in the nature is dash. ഏതാണ് weakest force? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, all the above. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ തന്നിരിക്കുന്നതിൽ. ഓക്കെ. 19th question, the shape of position time graph of a body in uniform motion. യൂണിഫോം മോഷനിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഷേപ്പ് എന്താണെന്ന്? ഒരു ബോഡി മൂവ് ചെയ്യുന്നത് യൂണിഫോം മോഷനിലാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എടുത്താൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആണോ, പരാബോള ആണോ, സർക്കിൾ ആണോ, എലിപ്സ് ആണോ? ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇസ് റിക്വയർഡ്. എന്തിനാണ് ഫോഴ്സ് റിക്വയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഓൺലി ടു കീപ്പ് ആൻ ഒബ്ജക്റ്റ് മൂവിങ്, ഓപ്ഷൻ ബി ഓൺലി ടു സ്റ്റാർട്ട് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് മൂവിങ്, ഓപ്ഷൻ സി ഓൺലി ടു സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ്, ഓപ്ഷൻ ഡി ടു സ്റ്റാർട്ട് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, സംടൈംസ് ടു കീപ്പ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ആൻഡ് ടു സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഏതാണ് ആൻസർ? നിങ്ങൾക്കറിയാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് അല്ലേ? ടു സ്റ്റാർട്ട് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, സംടൈംസ് ടു കീപ്പ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ആൻഡ് ടു സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി ഇന്നത്തെ ഒരു എക്സ്ട്രാ ക്വസ്റ്റൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ഹാവിംഗ് അറ്റോമിക് നമ്പർ 24 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ആ കറക്റ്റ്, അതായത് ഈ അറ്റോമിക് നമ്പർ 24 എന്ന് പറയുന്ന ആ എലമെന്റിന്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് പറയാനായിട്ടാണ്. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ഇതുപോലെയുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.